നീ പോടി കൊടുത്ത് നിനക്ക് എന്താ അറിയാട് എന്നെ കാര്യം ശിക്ഷിച്ച എല്ലാ നായത്തെ മക്കളെ കൊന്നിട്ട് ഇടിച്ച കാറുകാരനെ കിട്ടിയിട്ടില്ല എന്നാണ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞത്. ഇതവനല്ലേ? ചത്ത ഇവൻ. എടാ പൊട്ടനെ ചെട്ടിയിലെ ചെട്ടിയെ ദൈവം ചതിക്കും. പേരിലും ഷർട്ടും ഇങ്ങനെ ചത്തോന്ന് തോന്നുന്നു. പറ്റി അപ്പൊ നീ ചത്തിട്ടില്ലല്ലേ? ഇയാളെ പിടിക്ക് വടി മൂത്തി പിടിച്ച് നിന്റെ കുഞ്ഞുണ്ണിക്കളിന്ന് തീർത്ത് തരടാ ഗോവിന്ദൻ പട്ടി. हेलो हाँ यार वही तो बोल रहा है वो जो लेलैंड में जो हम लोग पार्ट बदली कर रहा है ना वैसे इसका भी स्पेयर पार्ट बदली कर रहा है बोलता है किडनी खराब हो गया उसका ब्रेकडाउन हो गया है और बोलता है जो है ना उसके लिए बहुत खर्चा होगा तू उसी मार्केट में जाके उसका दाम पूछ लेना और जहाँ वो जरा अबे जब हम बात कर रहा तू क्या यार बीच में आता है अरे तुझको इसका कोई सीरियसनेस मालूम हो रहा है क्या हेलो तो मार्केट में जाके पूछना और हम हेलो दे बे इधर हेलो हेलो हाँ इसकी तो आज में हेलो हेलो हाँ यार सुरजीत मैं जो बता रहा था ना तुमको स्पेयर पार्ट हाँ यार वही तो किडनी के बारे में वो स्पेयर पार्ट था 25,000 बोल दिया वो क्या करेगा हमने हेलो 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 ഇത് ഞാനാ ഹലോ നമ്പീശ ഇത് കൊണ്ടാറണങ്ങളായിട്ട് ഹലോ അമ്പരനും അയാളുടെ അളിയനും അയാളുടെ മരുമക്കളും എല്ലാവരും ഇവിടെ ഉണ്ട് ഇന്നത്തോടുകൂടി എല്ലാം തീർക്കണം ആ ശരി ശരി ഹലോ ഈ തലയെ കെട്ടുകാരനെ കൊണ്ട് ഞാൻ ജയിലിൽ പോകും ഹലോ ഹലോ ഇത് ഞാനാ രാധിക ഹേയ് കണ്ണു തുറക്ക് ഞാനാണെന്ന് അവനെവിടെ ശിവരാമൻ എനിക്കറിയില്ല ഞാൻ ഇവിടെ പോയി അന്വേഷിക്കാനാ ഇപ്പൊ തന്നെ എന്തൊക്കെയോ കുത്തി കേട്ടിട്ടുണ്ട് ഏതെങ്കിലും പാതാളത്തിൽ പോയി അവനെ കണ്ടുപിടിച്ചോണ്ട് വാ എവിടെ കണ്ടുപിടിക്കും അവന്റെ അമ്മയുടെ 16 അടി ആ പൾസ് നോർമലാ വല്ല ഹെമറേജോ മറ്റോ ഉണ്ടോന്നൊന്നും പിടികിട്ടുന്നില്ല ചിലപ്പോ ഒരു ബ്രെയിൻ സർജറി വേണ്ടി വരും സർജനെ പേ ചെയ്തിട്ടുണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാവാം ഓപ്പറേഷൻ ഓപ്പറേഷൻ നമ്പീശ എവിടെ എവിടെ അവൻ എന്റെ കൂടെ വാ നേരെ പോയാ മതി हाँ हेलो യെസ് ക്യാ ഇവൻ എന്താ ഇവിടെ ഒന്നും കൂട്ടി എന്താ ഇവിടെ എന്നാ ചോദിച്ചത് അവൻ അവന്റെ അച്ഛന്റെ പ്രസവം ഇന്ന് ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു ഞാനുണ്ട് കൂടെ പെങ്ങളെ ഗോവിന്ദൻകുട്ടിന്റെ ഒരു ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടി നയാ ആത്മീയ അഡ്മിറ്റ് കരായ കിതറേ എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ട് ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞ തോളെ കൈയിട്ട് ഇറക്കാനുള്ള പരട്ട പന്നി പിന്നെ സർജറി വേണോ വേണ്ടെന്ന് ഉടനെ അറിയാം ഏതായാലും തല ഷേവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യൂ ഇതെന്താ ബാർബർ ഷോപ്പാ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ ബ്രെയിൻ ഓപ്പറേഷന് മുമ്പ് തല ഷേവ് ചെയ്യേണ്ടി വരും അയ്യടി എന്നാ പിന്നെ ഒരു കഴുതേക്കട വിളി തല മുട്ട അടിച്ച് പുള്ളി കുത്തി ഞാൻ അതിന്റെ പുറത്ത് കയറി പോവാം കാണാൻ നല്ല രസമായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞോ ഈ ഏടാകുടത്തിനൊക്കെ പോവാൻ ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു ദൈവമേ ശിവരാമൻ എവിടെ പോയി കിടക്കുന്നു അവരിപ്പോ ഇനി വന്ന് ഷേവിങ് അങ്ങ് തുടങ്ങും क्या हुआ ये आदमी तो पागल हो गया है इसने डॉक्टर पर हाथ उठाया എന്ത് പറ്റി ഡോക്ടർ ആ ഇയാൾക്ക് പ്രാന്ത വെറുതെ കിടന്ന് വഴിയെ പോകുന്നവരൊക്കെ തെറി വിളിക്കുക എന്നെ തല്ലി ഇഞ്ചക്ഷൻ കൊടുക്കാൻ വന്ന നഴ്സിനെ കുത്താന്ന് വിളിച്ചു പോക്കിരി തരത്തിന് ഒരു അതിരില്ലേ അവിടെ കിടക്കട്ടെ ഇനി 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കത്തുള്ളൂ അച്ഛാ എന്താ ഇത് कहीं मत जाना ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും അയ്യോ മാത്തു ഡേയ് ഇവനെ ഈ നമ്പീശൻ ആവിയായിട്ട് മേലെ പോയോ പോടാ എന്റെ ഈശ്വരാ ഈ നമ്പീശൻ എവിടെ പോയി നമ്പീശ നമ്പീശ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണ്ടല്ലോ എവിടേക്കിത് നമ്പി നമ്പി
ചേട്ടൻ ഇവിടെ ഒന്ന് ഒപ്പിട്ടോളൂ. ഒപ്പെന്തിന്? ഓപ്പറേഷനിടയില് ആള് മരിച്ചു പോയാ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് വരുത്താൻ വേണ്ടപ്പെട്ടവർ ഒപ്പിട്ട് കൊടുക്കണം. മതി. പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ. പോലീസല്ല, പട്ടാളമല്ല, ആര് വേണമെങ്കിലും ഒന്ന് പിടിച്ചോട്ടെ. എന്റെ തല വെട്ടിക്കീറാൻ ഞാൻ അവന്മാരെ സമ്മതിക്കത്തില്ല. അതങ്ങ് കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ എന്ന് പറയാൻ പോവാ. ഞാൻ മഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും ഒന്നും അല്ലെന്ന്. കൂടുതലൊന്നും പറയണ്ട. എന്താ നീ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ. ഇതെല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞു നിന്റെ തലയിലേക്ക് വീടാൻ പോവാ. ചമ്മന്തി പരിവായി പോടി. റെഡി സർ. ഓപ്പറേഷന് മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. കാണാലോ. എവിടെ എന്റെ കുഞ്ഞുണ്ണി? ഞാൻ കുഞ്ഞുണ്ണിയല്ല, നിങ്ങളുടെ കൊച്ചോനുമല്ല. പിന്നെ ഞാൻ ഗോപി. ആരാത്? ആരാണെന്ന്? എന്റെ ഒരു ഫ്രണ്ടാ ചാച്ചാ. എന്റെ കൂടെ അമേരിക്കയിലുണ്ടായിരുന്നാ. ഡോക്ടറാ. ഇന്നലെ അമേരിക്കയിൽ നിന്ന് വന്നു. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മളിവിടെ താമസിക്കാന്ന് പറഞ്ഞിരുന്നേ. പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോ എനിക്ക് ബോധം പോയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവിടേക്ക് ഓടി വന്നു. അമേരിക്ക വെച്ച് ഇതൊരു പ്രാവശ്യം എനിക്ക് ബോധം പോയപ്പോ ഇവനാ വന്ന് രക്ഷിച്ചത്. ഭാഗ്യം ഇപ്പോഴും ഇവിടെ വന്ന് മരുന്ന് രക്ഷിച്ചു. ഈശ്വര, രാധികയില്ലേ ഇവിടെ? ഉണ്ട്. രാധിക അറിയോ ഡോക്ടർ ഗോപിയെ? അറിയും. ആ, ഡോക്ടർ ഗോപിയുടെ മുഴുവൻ പേരെന്താ? ഗോപിയാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. ആ, ഗോപാലകൃഷ്ണൻ. സാക്ഷാൽ ഭഗവാന്റെ പേരല്ലേ? അതാ ഇത്ര കൈപുണ്യം. മരുന്ന് രണ്ടും കിട്ടി. ഒന്ന് സ്കാൻ ചെയ്യണം. മരുന്നും മന്ത്രമൊന്നും വേണ്ട. ഈശ്വരൻ എന്റെ സേതുവിന്റെയും പ്രാർത്ഥന കേട്ടു. കുഞ്ഞുണ്ണിയെ രക്ഷിച്ചു അല്ലേ? അതെ, ശരിക്കും ഈശ്വരൻ തന്നെയാ രക്ഷിച്ചത്. അതെ. അല്ല, ബോധം കെട്ട് കിടന്ന ആളെ എണീറ്റ് നിന്നോ? അതെ, ദൈവം ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ രൂപത്തിൽ അവതരിച്ചു. ഞാൻ അവരെല്ലാം പോയി വിളിക്കട്ടെ. ഞാൻ പോയി അമ്മായി അറിയിക്കാം. ആ, നന്നായി. ഇനി എന്തായാലും ഓപ്പറേഷൻ തിയേറ്റർ ആവശ്യമില്ലല്ലോ. ആ, ജസ്റ്റ് എ സെക്കൻഡ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എവിടെ ഡോക്ടർ? എവിടെ? ആ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഡോക്ടറെ ദൈവം അനുഗ്രഹിക്കും. താങ്ക്സ്. നീ വീട്ടിലോട്ട് വാ. അതെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈശ്വര, താൻ ഇതെവിടെ പോയി കിടക്കായിരുന്നു? എനിക്ക് ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റി. എന്ത് പ്രശ്നം? എനിക്ക് 1233 പ്രശ്നമുണ്ട്. എല്ലാം തന്നോട് പറയണമെന്നുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം ആദ്യം തീർക്കടോ. ആ ഗോവിന്ദൻ കുട്ടിയുടെ കൂടെ ഒരു ഫ്രോഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ അവിടെയാ ഒബ്സർവേഷൻ റൂം. ആദ്യം ആ ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞ ചെറ്റയിൽ ഇങ്ങോട്ട് തപ്പി എടുക്കുക. മരിക്കണേന് മുമ്പ് എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. ഒരു പിടി മണല് വാരി അവന്റെ മർമ്മസ്ഥാനത്തിടുക. എന്നിട്ട് അതിന് കേറി നിന്ന് ഉപ്പിറ്റി വെച്ചിട്ട് ഇങ്ങനെ എടുത്തിരിക്കുമ്പോ കുമ്മാരി പൂജാരി. അതൊരു രസാ. ഏത് യൂണിവേഴ്സിറ്റി മെഡിസിൻ പഠിച്ചെന്ന് പറഞ്ഞു? ഞാൻ അല്ല, ഏത് യൂണിവേഴ്സിറ്റി? ഏത് സ്ഥലത്തോട്ടാണെന്നോ എല്ലാരും ഇവിടെ അവൻ എന്താ അവന് പറ്റിയത്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ വിളിക്കണോ? ആരാ അത്? നമ്മുടെ നമ്പീശനാ. എന്താ നമ്പീശ? പറ.